ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പഴംപൊരിയാണേ. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു കുഴിഞ്ഞ ചട്ടി വേണം എടുക്കാൻ കേട്ടോ. അതിലേക്ക് കുറച്ച് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു അരക്കപ്പ് മൈദ ഉണ്ടാവും, അതൊന്ന് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ചെറിയൊരു സ്പൂണിൽ ഒരു 1/4 ടീസ്പൂൺ ഉണ്ടാവും. അതിലേക്ക് കുറച്ച് ജീരകം ചേർത്തു, അതൊരു 1/2 ടീസ്പൂൺ ഉണ്ടാവും. അതിലേക്ക് കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കാം. അതും കുറച്ച് മതി, വളരെ കുറച്ച് മതി. കുറച്ചൊരു ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ, ഒരു നുള്ളുപ്പ്, മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണേ. അതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ മധുരത്തിന് അനുസരിച്ചുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് അരിപ്പൊടി, ഒരു 2-2.5 ടീസ്പൂൺ അരിപ്പൊടി, നല്ല ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടിയാണ് കേട്ടോ. അതും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. എല്ലാ ഇട്ടത്തും എല്ലാ സാധനങ്ങളും മിക്സ് ആവണം നന്നായിട്ട്. ഞാൻ നന്നായിട്ട് ഇളക്കി ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. സാധാ പച്ചവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഒറ്റയടിക്ക് മൊത്തം ഒഴിക്കരുത്, കുറേശ്ശെ ചേർത്ത് കൊടുത്ത് കട്ടയൊക്കെ ഉടച്ച് അതൊരു നല്ലൊരു ബാറ്ററാക്കി എടുക്കാം. ഒത്തിരി ലൂസാവാൻ പാടില്ല, ഒത്തിരി ടൈറ്റും ആവാൻ പാടില്ല. ഒരു മിഡിലായിട്ടുള്ളൊരു ഒരു പാകത്തിലെടുക്കണം. ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇതിൻ്റെ കട്ടയെല്ലാം പിടിപ്പിച്ചിട്ട് നല്ലൊരു ബാറ്ററായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ഒരു 20-25 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വിടാം. ജസ്റ്റ് ഒന്ന് മിക്സ് ആയി കിട്ടട്ടെ, എല്ലാം കൂടെ ഒന്ന് ചേർന്ന് നല്ലൊരു പരിവാകട്ടെ. അപ്പോഴത്തേക്കും ഞാനൊരു 4 പഴമാണ് എടുത്തിട്ടുള്ളത്. നേന്ത്രപ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒത്തിരി പഴുത്തതും ആവാൻ പാടില്ല, എന്നാൽ ഒട്ടും പഴുക്കാത്തതും ആവാൻ പാടില്ല, ഒരു മിഡിലായിട്ടുള്ള നിൽക്കുന്ന വേണം. ഞാൻ അത് ഇതുപോലെ നിറകെ കീറുവാണ്. 2 സൈഡ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. അതിനുശേഷം നിറകെ കീറി ഇതുപോലെ വിടിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. എൻ്റെ തൊലിയൊക്കെ കളയണം. നിങ്ങൾക്ക് വേണ്ടി കൂടുതൽ സ്ലൈസ് ആക്കാം. ഞാനിപ്പോൾ 2ആയിട്ടാണ് സ്ലൈസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വട്ടത്തിലും കൂടി അരിഞ്ഞിട്ട് ഒന്ന് സ്ലൈസ് ചെയ്യാം. 2 പീസാക്കിയിട്ട് പിന്നെ ഒരു നീളത്തിലും കൂടി ഒരു 4 പീസൊക്കെ ആക്കാം. ഞാനിപ്പോൾ 2 പീസ് തന്നെ. അപ്പം ഞാൻ എല്ലാത്തിൻ്റെയും തൊലിയൊക്കെ റിമൂവ് ചെയ്ത് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സ്ലൈസ് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോഴത്തേക്കും നമ്മുടെ മാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ആ മാവിലിട്ട് മുക്കിയിടുവാണേ. ഞാൻ ഇതുപോലെ പഴം എല്ലാം കൂടി ഇട്ടിട്ട് പയ്യെ മുക്കി എടുക്കുവാണ്. അതിനുശേഷം ഒരു ചട്ടി ഞാനിങ്ങനെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാനാണ് ഞാൻ എടുത്തത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയല്ല ഞാൻ ഉപയോഗിക്കുന്ന ഓയിലാണ് കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതുപോലുള്ളതെല്ലാം വറക്കാൻ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. വെളിച്ചെണ്ണയെക്കാളും കുറച്ചുകൂടെ നല്ലത് സൺഫ്ലവർ ഓയിലാണ്. പിന്നെ ഞാൻ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരല്പം നെയ്യ്. പിന്നെ കുറച്ചുകൂടെ ഞാൻ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തു. അത് വറക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ നമ്മളെ ചട്ടിയിൽ ഉണ്ടാവണം. കുറച്ച് മുങ്ങിക്കിടക്കണം. ഇപ്പം ഞാൻ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. അത് ചൂടായോന്ന് നോക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ആ മാവിനകത്തുനിന്ന് 2 തുള്ളി ഇട്ട് നോക്കുവാണേ. അപ്പോൾ അതൊക്കെ ഒന്ന് പൊങ്ങി വരുന്നുണ്ട്. അപ്പം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ മുക്കിയിട്ട് നേന്ത്രപ്പഴം വെളിച്ചെണ്ണയിലിട്ട്, അതായത് സൺഫ്ലവർ ഓയിലിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. പയ്യെ എടുത്ത് വെക്കണം കേട്ടോ. എണ്ണയൊക്കെ നന്നായിട്ട് തിളച്ച് മറിഞ്ഞ് കിടക്കുവാണ്, കയ്യിലൊന്നും ആക്കാൻ പാടില്ല. ഞാനൊരു 3 എണ്ണമാണ് എടുത്തു വെച്ചത്. തമ്മിൽ മുട്ടി കിടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് അകലത്തിലാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അത് നന്നായി വേവാൻ വേണ്ടി 2 സൈഡും മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു സൈഡൊന്ന് വെന്തതിന് ശേഷം 2 സൈഡിലോട്ട് മറിച്ച് തിരിച്ചിട്ട് കൊടുത്താലാണ് പഴം നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ.
ഒരു സൈഡ് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏത്തക്കാപ്പം നന്നായി എണ്ണയിൽ കിടന്ന് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട്, ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും, നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടാൽ മാത്രം പോരാ, കമൻ്റ് അടിക്കാനും ലൈക്ക് അടിക്കാനും നിങ്ങൾ മറക്കരുത്. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഇത് 4 മണി പലഹാരമായിട്ടും അതുപോലെ നമുക്ക് ആരെങ്കിലും ഗസ്റ്റ് ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനും ഒക്കെ എളുപ്പമായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം വേണ്ടുള്ളൂ ഇതിന്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഏറ്റവും സ്വാദിഷ്ടമായ വീട്ടിലുണ്ടാക്കുന്ന ഏത്തപ്പഴാപ്പമാണ്. അപ്പോൾ എല്ലാവരും കഴിക്കണം, അഭിപ്രായം പറയണം. ഓക്കെ, ബായ്.